വിവാദം തുടരും. ഡോക്ടർ എം ജി മനോജ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനോടൊപ്പം ടെലിഫോൺ ലൈൻ വിളിച്ചു. മനോജ്, ഇപ്പോൾ കേരളം നേരിടുന്ന ഈ ക്രൈസിസ് എന്തുമാത്രം പുതിയതാണ്, നമ്മൾ അതിനെന്തുമാത്രം സീരിയസ് ആയിട്ട് സമീപിക്കേണ്ടതുണ്ട്? പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് എത്ര നീളാൻ, എത്ര വലുതാവാനുള്ള സാധ്യതയാണുള്ളത്? ഓക്കെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉഷ്ണതരംഗം എന്നുള്ളത് ഒരു പുതിയ വാക്കാണ്. എങ്കിലും 2017 നമ്മൾ ഉഷ്ണതരംഗം കേരളത്തിൽ ആദ്യമായി ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് പാലക്കാട് ജില്ലയിൽ ഒരു തവണ മാത്രമാണ്. ഇത്രയധികം കാഠിന്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ടുള്ള മരണവും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. പക്ഷേ ഈ തവണയാണ് അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതും. പാലക്കാടും തൃശ്ശൂരും കൊല്ലത്തും 3 ജില്ലകളിൽ ജാഗ്രത അലേർട്ട് പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉഷ്ണതരംഗം അല്ലെങ്കിൽ അതിതീവ്ര പ്രളയം എന്നുള്ളതൊക്കെ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയല്ല, ഉള്ള കാര്യമല്ല. പക്ഷേ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ദശകമായി നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് 41.8 ഡിഗ്രി സെൽഷ്യസാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട താപനില. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, താപമാപിനികളില്ലാത്ത പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ടൗണിൻ്റെ, സിറ്റിയുടെ ഹൃദയഭാഗത്തൊക്കെ ഇതിൽ കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെട്ടിരിക്കാം. കാരണം കോൺക്രീറ്റ് മന്ദിരങ്ങളുണ്ട്, ടാറിട്ട റോഡുകളുണ്ട്, അതുപോലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് പച്ചപ്പ് നഷ്ടപ്പെടുകയും കൃത്രിമമായ ഭൂപ്രതലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ താപത്തിൻ്റെ വർധനവ് അതിതീവ്രമാവാം. അത് ചിലപ്പോൾ 43 44 ഡിഗ്രി സെൽഷ്യസ് ക്രോസ് ചെയ്തിട്ടുണ്ടാവാം. അവിടെയൊക്കെ താപമാപിനികൾ വെച്ചുവെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായി ആ പ്രദേശങ്ങളിൽ എത്ര താപനില ഉണ്ടായിരുന്നു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ലഭ്യമായ വിവരപ്രകാരം ഇത് വളരെ തീവ്രമാണ്. ഒരുപക്ഷെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. താങ്കൾ ചോദിച്ചത് ഇത് എത്ര ദിവസത്തേക്ക് നീളുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2023-24 വർഷം എൽനിനോ വർഷമായിരുന്നു. അതിൻ്റെ ഭാഗമായി ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഇതുവരെ ഈ നൂറ്റാണ്ടിൽ അനുഭവപ്പെട്ട ഏറ്റവും തീവ്രമായിട്ടുള്ള, ഏറ്റവും ചൂടേറിയ വർഷമാണ് ഈ 2024 എന്ന് പറയുന്നത്. അത് എൽനിനോയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ എൽനിനോ ന്യൂട്രൽ സ്റ്റേജിലേക്ക്, എൽനിനോയോ ലാനിനോയോ അല്ലാത്ത ന്യൂട്രൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളിൽ ചൂട് കുറയുമെങ്കിലും ഇപ്പോൾ ഈ ഒരാഴ്ച ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ചൂട് 44-45 ഡിഗ്രി സെൽഷ്യസിലേക്ക്, പല ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴുള്ള ഈ കറൻറ്റ് സ്റ്റേറ്റിന് കാരണമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള അസാധാരണമായ ഒരു സർക്കുലേഷൻ പാറ്റേണാണ്. കാറ്റിൻ്റെ ദിശ ക്ലോക്ക് തിരിയുന്ന അതേ ദിശയിൽ, അതിനെയാണ് നമ്മൾ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുക. ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി സൈക്ലോൺ അന്തരീക്ഷത്തിൻ്റെ മധ്യതലത്തിൽ അല്ലെങ്കിൽ ഭൂപ്രതലത്തിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ആൻറ്റി സൈക്ലോൺ അല്ലെങ്കിൽ ക്ലോക്ക് തിരിയുന്ന അതേ ദിശയിൽ തന്നെ തിരിയുന്ന ഒരു വലിയ സർക്കുലേഷൻ തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലിരിക്കുകയാണ്. ഈ സർക്കുലേഷൻ എന്നാണോ അതിൻ്റെ ശക്തി കുറയുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഉഷ്ണതരംഗത്തിൻ്റെയും ശക്തി കുറയുകയുള്ളൂ. എന്തായാലും വിവിധ കാലാവസ്ഥാ പ്രവചന മാതൃകകൾ സൂചിപ്പിക്കുന്നത് മെയ് 4-5 തീയതി വരെയെങ്കിലും ഈ അസാധാരണമായ സർക്കുലേഷൻ തെക്കേ ഇന്ത്യയുടെ മുകളിൽ സ്ഥിതി ചെയ്യുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേനൽ മഴ കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും വളരെയധികം കുറവായിരിക്കും. ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രം മഴ പെയ്യാം. പക്ഷേ ആ പെയ്യുന്ന മഴ ഈ ഉഷ്ണതരംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ മാത്രം പര്യാപ്തമല്ല എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചന മാതൃകകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് കാര്യമായ ഒരു വേനൽ മഴ ലഭിക്കുവാൻ സാധ്യതയുള്ളത് മെയ് 2ാം വാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച നല്ല ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വസ്തുത സൂചിപ്പിക്കാനുള്ളത്, ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വേനൽ മഴയുള്ളത് കൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റിയുടെ ലെവൽ 50%-ലധികമാകും. അപ്പോൾ താപവും ഈർപ്പവും കൂടിച്ചേരുന്ന ഒരു അസ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന താപനില ഈ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന 41 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുകയില്ല. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ ചൂട് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഹീറ്റ് ഇൻഡെക്സ് 44-45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായി ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും കുഴഞ്ഞു വീഴുവാനുള്ള സാധ്യതയുമുണ്ട്.
പ്രത്യേകിച്ച് പകൽ ഒരു 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം നമ്മൾ കൃത്യമായും നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതെ ശരീരത്തെ സംരക്ഷിക്കേണ്ടതാണ്. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടഞ്ഞുകൊണ്ട് തണലുള്ള പ്രദേശങ്ങളിലേക്ക് മാറി നിൽക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈർപ്പത്തിൻ്റെ കൂടി എഫക്റ്റ് കൂടിച്ചേരുമ്പോൾ ശരീരം അനുഭവിക്കുന്ന താപനില അന്തരീക്ഷ താപനിലയേക്കാൾ 4-5 ഡിഗ്രി സെൽഷ്യസിലധികമായിരിക്കും അനുഭവിക്കുക. അതുകൊണ്ട് തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണിത്. ഓക്കെ, ഡോക്ടർ മനോജ്, ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തായാലും ഒരു സമീപകാലത്തെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഉഷ്ണതരംഗത്തിലേക്ക് അതിതാപത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു സവിശേഷമായ സാഹചര്യമാണോ അതോ അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയിലുള്ള ഈ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു, ഇനി ഇത് ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്, ഇനി നമ്മളൊരു അതിതാപ മേഖല കൂടിയായി മാറിക്കഴിഞ്ഞു കേരളം എന്നാണോ വിചാരിക്കേണ്ടത്? ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം ഇത് കേരളത്തിൽ ഭൂപ്രകൃതിയിൽ ഈ 2-3 വർഷം കൊണ്ട് പെട്ടെന്ന് വലിയൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ടോട്ടലി അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെ അറിയാം, അവിടെ ജനവാസ കേന്ദ്രങ്ങൾ ഒരു സ്ഥലത്തും 10-15 കിലോമീറ്റർ ദൂരം ദൈർഘ്യമേറിയ നെൽപ്പാടങ്ങൾ കൃഷിയിടങ്ങളൊക്കെയുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജനവാസം ഇല്ലാത്ത മേഖലകൾ കാണുന്നത് അപൂർവമാണ്. അപ്പോൾ കേരളം ഒട്ടാകെ എടുത്താൽ ഒരു വലിയ ഒരു അർബനൈസ്ഡ് ഏരിയയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുത, ഇപ്പോൾ പകൽ താപനിലയേക്കാൾ കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് രാത്രി താപനിലയിലാണ് വലിയ വ്യത്യാസം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന 600 കിലോമീറ്ററിലധികം നമുക്ക് തീരപ്രദേശമുണ്ട്, ദൈർഘ്യമുണ്ട്, അറബിക്കടലാണ്. ആ അറബിക്കടൽ അസാധാരണമായ വിധത്തിൽ ചുട്ടുപൊള്ളി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമുദ്ര താപനിലയേക്കാൾ 1.5 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ അധികം കടൽ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം രാത്രി സമയങ്ങളിൽ ഈ കടലിൽ നിന്നുള്ള ചൂട് ഉയർന്നു പൊങ്ങുകയും അത് തീരമേഖലകളെ ആകെ തന്നെ ചൂടിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചൂടേറിയ സമുദ്രത്തിൻ്റെ സാമീപ്യവും നമ്മുടെ കാലാവസ്ഥ മാറുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ്. അതോടൊപ്പമാണ് ആഗോളാടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ആഗോളാടിസ്ഥാനത്തിൽ തന്നെ താപനില എല്ലാ പ്രദേശത്തും ഉയരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ പച്ചപ്പ് നഷ്ടപ്പെടുന്നത്, ഓരോ വീട്ടുകാരും ഓരോ വീട് പണിയുമ്പോഴും അത്രയധികം പ്രദേശത്തെ പച്ചപ്പാണ് നഷ്ടപ്പെടുന്നത്. അത് ഒരാൾ ചെയ്യുമ്പോൾ അത് വളരെ ചെറിയൊരു ഇഫക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവരും അതുപോലെ പുതിയ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത് എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കൃത്യമായ നിയമ നിർമ്മാണം നമുക്ക് നടത്തേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിയ വീട് വയ്ക്കുന്നവർ മഴക്കുഴി നിർമ്മിക്കണമെന്നുള്ളത് മാൻഡേറ്ററിയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വീടുകളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുമ്പോൾ ആ പ്രദേശത്ത് എത്രത്തോളം പച്ചപ്പുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, അതിന് ആനുപാതികമോ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ സാധിക്കണം. അതുപോലെയുള്ള ചില നിയമനിർമ്മാണങ്ങൾ നമ്മൾ നടത്തിയില്ലെങ്കിൽ കേരളം വറചട്ടിയിലേക്ക് തന്നെ പോകും.